അപ്പോൾ മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടനെതിരെയും സന്ദീപ് നേരത്തെ പറഞ്ഞതുപോലെ MP അവിടുത്തെ ഡീൻ കുര്യാക്കോസിനെതിരെയും ആരോപണമുണ്ട്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ആരോപണമുണ്ട്. BJP-യുടെ നേതാവ് എൻ രാധാകൃഷ്ണനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള മറ്റൊരു ആരോപണമുള്ളത്. രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റി വഴിയാണ് തട്ടിപ്പ് നടന്നത്. പണം എല്ലാവർക്കും തിരിച്ചു നൽകുമെന്നാണ് എൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. ഏതാണ്ട് 2000-ലധികം പേർക്ക് ഇനിയും പണം കൊടുക്കാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ മാത്രമേ പണം കൊടുത്തു തീർക്കാൻ സാധിക്കൂ. പക്ഷേ ഈ പണം എങ്ങനെയാണ് എൻ രാധാകൃഷ്ണൻ നൽകാൻ പോകുന്നത്? അർജുൻ മട്ടന്നൂർ പറഞ്ഞു കൊടുങ്ങുകയാണോ എൻ രാധാകൃഷ്ണൻ? സയൻസ് സൊസൈറ്റി വഴി നടത്തിയ ഇടപാടുകളിൽ അദ്ദേഹം പറയുന്നത് എല്ലാവർക്കും ചെക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ ആ പണം നിലവിൽ കോൺഫെഡറേഷനിൽ നിന്ന് സൈനിന് കിട്ടാത്ത പക്ഷം സൈൻ എങ്ങനെയാണ് ആ പണം തിരിച്ചു കൊടുക്കാൻ പോകുന്നത്? രാധാകൃഷ്ണന്റെ കയ്യിൽ ഈ അൺഅക്കൗണ്ടഡ് മണി എങ്ങനെ വന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാവില്ലേ പണം തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ? അർജുൻ, അരുൺകുമാർ, ഈ സൈനിന്റെ കാര്യത്തിലും അടിമുടി ദുരൂഹത തന്നെയാണ്. പ്രത്യേകിച്ച് എൻ രാധാകൃഷ്ണൻ പറയുന്നത് 5620 പേർക്ക് താൻ ഇതുവരെ ഇരുചക്രവാഹനം നൽകി എന്നുള്ളതാണ്. അതും പകുതി വിലക്കാണ് നൽകിയത്. മാത്രവുമല്ല CSR ഫണ്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് എൻ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്. ഈ അനന്തകൃഷ്ണൻ നേതൃത്വം നൽകുന്ന കോൺഫെഡറേഷനിൽ നിന്നും ഇത്തരത്തിൽ യാതൊരു പണവും ലഭിച്ചിട്ടില്ല. പിന്നെ ഏത് തരത്തിലാണ് ഇത്രയും പേർക്ക് ഇത്രയും സ്കൂട്ടറുകൾ നൽകിയത് എന്നത് ചോദ്യമാണ്. 5620 പേർക്ക് സ്കൂട്ടർ നൽകണമെങ്കിൽ ഈ പകുതി വില കുറച്ചാൽ തന്നെ ഏതാണ്ട് 3 കോടിയിലേറെ രൂപ എൻ രാധാകൃഷ്ണൻ കണ്ടെത്തേണ്ടതുണ്ട്. അത്തരത്തിൽ എൻ രാധാകൃഷ്ണൻ 3 കോടിയിലേറെ രൂപ കണ്ടെത്തിക്കൊണ്ട് ഈ പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാൻ കഴിഞ്ഞത് എങ്ങനെ എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. മാത്രവുമല്ല ഏതാണ്ട് 5% പേർക്ക് മാത്രമാണ് ഇനി സ്കൂട്ടർ നൽകാനുള്ളത് എന്നുള്ളതാണ് എൻ രാധാകൃഷ്ണൻ പറയുന്നത്. അവർക്ക് ഏത് തരത്തിലാണ് ഈ തുക തിരികെ നൽകുന്നത് എന്നുള്ളതും ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾ വന്ന സാഹചര്യത്തിൽ ഈ സൈനിന്റെ ഇടപ്പള്ളി മെനോട്ടിച്ചുവട്ടിലെ ഓഫീസിൽ നിരവധി ആളുകൾ എത്തുകയും അവർക്ക് അവിടെ ചെക്ക് വഴി പണം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം നെഫ്റ്റ് വഴിയും ഇത്തരത്തിൽ പണം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് അവിടെ എത്തിയവർക്കൊക്കെ തന്നെ പണം തിരിച്ചു നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ ചോദ്യം ബാക്കിയാണ്, എവിടെ നിന്നാണ് ഈ പണം, ഏത് തരത്തിലാണ് ഈ പദ്ധതി എൻ രാധാകൃഷ്ണൻ നടപ്പാക്കുന്നതെന്ന ചോദ്യം ബാക്കിയാണ്. മാത്രവുമല്ല ഈ നേരത്തെ ഈ കോൺഫെഡറേഷനുമായി എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടന സഹകരിച്ചിരുന്നു. അതിന്റെ എല്ലാ പോസ്റ്ററുകളിലും അനന്തകൃഷ്ണന്റെ ചിത്രവും എൻ രാധാകൃഷ്ണന്റെ ചിത്രവും അടക്കം കൊച്ചി നഗരത്തിലടക്കം നേരത്തെ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ അനന്തകൃഷ്ണൻ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പോസ്റ്ററുകളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എൻ രാധാകൃഷ്ണന്റെ ചിത്രമാണ്. ശരിയല്ലേ അർജുൻ? തീർച്ചയായും അതെ. അതായത് ഈ കോൺഫെഡറേഷന്റെ കീഴിലുള്ള പല ഇടങ്ങളിലും ഈ പോസ്റ്ററുകൾ കോൺഫെഡറേഷന്റെ സംഘാടകർ തന്നെയാണ്, ഭാരവാഹികൾ തന്നെയാണ് നേരിട്ട് കൊണ്ട് എത്തിക്കുന്നത്. ആ പോസ്റ്ററുകളിൽ പല പോസ്റ്ററുകളിലും എൻ രാധാകൃഷ്ണന്റെ ചിത്രമുണ്ട്, അതോടൊപ്പം അനന്തകൃഷ്ണന്റെ ചിത്രമുണ്ട്. ഇവർ സംഘടിപ്പിക്കുന്ന പരിപാടികളിലൊക്കെ തന്നെ എൻ രാധാകൃഷ്ണൻ പങ്കെടുക്കാറുണ്ട്. എൻ രാധാകൃഷ്ണന്റെ സൈൻ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ അനന്തകൃഷ്ണനും പങ്കെടുക്കാറുണ്ട്. ഇത്തരത്തിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോയത്. കഴിഞ്ഞ കുറേ കാലമായി ഇരുവരും തമ്മിൽ ഇത്തരം ഇടപാടുകൾ ഉണ്ട് എന്ന കാര്യവും വ്യക്തമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എൻ രാധാകൃഷ്ണൻ പറയുന്നത് ഒരു CSR ഫണ്ടും ഇല്ലാതെയാണ് താൻ ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്നതാണ്. പക്ഷേ ഏത് തരത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാണ്. മാത്രമല്ല താങ്ക് യു അർജുൻ മട്ടന്നൂർ. അർജുൻ മട്ടന്നൂരാണ് ചേർന്നത്.